ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു അടപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? അത് നമ്മൾ കടയിൽ നിന്ന് അട വാങ്ങാതെ വീട്ടിൽ തന്നെ അട ഉണ്ടാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടപ്പായസം ആട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേണ്ടത് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അരിപ്പൊടി എടുക്കാവേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് എത്രയാണോ വേണ്ടത് വെച്ചാൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഉപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ആ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരുന്ന ലെവൽ ഏതാണോ അത്ര ലൂസാക്കി എടുക്കാം കേട്ടോ. കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇത് ഇത്രയും ലൂസാകുമ്പോൾ അയ്യോ അത് പോവുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ. ലൂസായാലും വളരെ കട്ടി കൂടണ്ട, എന്നാൽ ഒരു കട്ടിക്ക് ഞാൻ എന്താ ഈ ഒരു പരുവത്തിലാട്ടോ ആക്കിയെടുക്കുന്നത്. എനിക്കിത് ഞാൻ 2-3 തവണ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാതെ കിട്ടും. അത് നമുക്ക് ആദ്യം ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2-3 തവണ ആയപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് പഠിച്ചാൽ കേട്ടോ. യൂട്യൂബിൽ തന്നെ വേറൊരു വീഡിയോ കണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ നിങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് കണ്ടിട്ട് പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് ആ വാഴയില വേണം. അപ്പം ഞാൻ വാഴയില അടുപ്പത്ത് വെച്ച് നല്ലപോലെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു അളവിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. എന്നിട്ട് മുറിച്ചെടുത്ത ആ ഇലയിൽ അതുപോലെ ഒരു പ്ലേറ്റിലോ എന്തെങ്കിലും പാത്രത്തിലോ വെച്ചിട്ട് അതിൽ മുകളിൽ നമ്മൾ ഈ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് പരത്തി കൊടുത്ത ശേഷം ഇതുപോലെ മടക്കിയെടുത്തിട്ട് ആ വാഴയുടെ ഇല തന്നെ ഉണ്ടാവില്ലേ, അത് മുറിച്ചൊരു ചെറിയ പീസ് കൊണ്ട് നമുക്ക് നല്ലപോലെ സെക്യൂർ ചെയ്ത് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഒരു 10 എണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആദ്യം തോന്നുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ലൂസാക്കിയിട്ട് നിങ്ങൾക്കിത് ഇതുപോലെ കെട്ടി ചെയ്തെടുക്കാവേ. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ആ വെള്ളം നല്ലപോലെ തിളച്ച ശേഷം മാത്രം നമ്മൾ ഈ അട നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും, ചിലപ്പോൾ അത് അയ്യോ കലങ്ങി പോകുമെന്നൊക്കെ. പക്ഷേ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. കലങ്ങി പോവുക അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കലങ്ങും, പക്ഷേ അത് കാര്യമില്ല. അത് നമ്മൾ വെള്ളം തിളച്ച ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടാവും തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുക. എന്നിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈ അട ഓരോന്നായിട്ട് ഇതിലേക്ക് എടുത്തിട്ട് നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന പാതിൽ കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇത് വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായി തിളച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ തുളുമ്പി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മൾ അട സൂപ്പറായിട്ട് ഇവിടെ റെഡിയായി കിട്ടുമേ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതാ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെയൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇതിൽ ഓരോന്ന് എടുത്തിട്ട് മുക്കി മാറ്റി വയ്ക്കുക. തണുത്ത വെള്ളത്തിൽ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുത്ത വെള്ളത്തിൽ വെച്ചതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അട ഇലയിൽ നിന്ന് നല്ലപോലെ വിട്ട് വരും. അപ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ നമുക്കൊരു 5 മിനിറ്റ് മുക്കി വെച്ച ശേഷം നമുക്കിനി ഇത് ഓരോന്നും അഴിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാവേ. കുറച്ച് ടൈം കൺസ്യൂം ആയിട്ടുള്ള പണിയാണ്. പക്ഷേ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഞാനൊരു കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പുതിയ പുതിയ ഓരോ സാധനം കണ്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അതിൽ നിന്ന് വേഗം വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരേ പരുവത്തിലാണ് നമുക്ക് അട കിട്ടുക. അപ്പോൾ നമ്മളെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ അടയും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. കത്തി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നിങ്ങളുടെ സൗകര്യം എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് ശർക്കര പാവ് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ശർക്കര നന്നായി പാവ് കാഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ വേറൊരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു ഉള്ളി വെച്ചിട്ട് നമുക്ക് ഈ ശർക്കര അതിലേക്ക് അരിച്ചൊഴിക്കാം. കാരണം ശർക്കര ചിലപ്പോൾ കല്ലോ എന്തെങ്കിലുമൊക്കെ കാണില്ല, അതുകൊണ്ട്. അപ്പം എന്തുണ്ടാക്കണം നമ്മൾ ശർക്കര അരിച്ചെടുക്കുമ്പോൾ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിച്ചതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ആക്കി വെച്ച് മുറിച്ച് വെച്ചെടുത്ത നമ്മുടെ അടയില്ലേ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരപ്പാവൊക്കെ നമ്മുടെ അടയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സേമിയ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്ക് അട മാത്രം വെച്ച് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ സേമിയ ഇവിടെ കുറേ കാലം ഒരു പാക്കറ്റ് ഇവിടെ ഇരിക്കുന്നു. ഓട്സ് വാങ്ങിയപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ പാക്കറ്റാട്ടോ. പക്ഷേ അത് ആരും തനിച്ച് വെച്ചാൽ കഴിക്കില്ല, എന്ത് കാണിച്ചാലും കഴിക്കില്ല. അപ്പം ഞാനിത് ഈ അടേൻ്റെ കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ആകുമ്പം കഴിച്ചോളും. അപ്പോൾ ഞാനിത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടിട്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ കുക്ക് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക്
നമ്മുടെ രണ്ടാം പാലില്ലേ, തേങ്ങയുടെ രണ്ടാം പാൽ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ രണ്ടാം പാലാണ് ചേർക്കുന്നത്. എന്നിട്ട് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് അത് ഒരു 5 മിനിറ്റ് ഇതുപോലൊരു തള വരാൻ വേണ്ടി വെക്കുക. എന്നിട്ട് അതൊന്ന് കുറുകി കിട്ടണം കേട്ടോ. നമ്മൾ നിറയെ പാലൊഴിക്കുകയാണെങ്കിൽ ഒന്ന് കുറുകി കിട്ടിക്കോട്ടെ. അപ്പം നമ്മൾ ആവശ്യത്തിന് ആ പാലൊഴിച്ചിട്ട് നമുക്കതിന് ഇതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ അടച്ച് വെച്ച് വേവിക്കുക, അല്ലെങ്കിൽ നമുക്ക് തുറന്ന് വയ്ക്കാം. ഞാൻ അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഏലക്കായ പൊടിച്ചതൊക്കെ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവില്ല, ഇവിടെ ചിലർക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കതൊന്ന് തിളച്ച് അത് തുറന്ന് നോക്കിയ ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറേ നേരം തിളയ്ക്കാനൊന്നും വെക്കണ്ട കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് ഒരു തിള വന്നാൽ തന്നെ നമുക്കിത് വാങ്ങിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളെ വീട്ടിലുണ്ടാക്കി നെയ്യാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് നോക്കി പക്ഷേ കാണുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഉണക്കമുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ തേങ്ങ കൊത്തിടാൻ ഇഷ്ടമുള്ളവർ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനതെനിക്ക് കടിക്കാൻ കിട്ടുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അടപ്പായസം വെച്ച് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പായസം തന്നെയാണ്. എന്ന് വെച്ച് ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ അടപ്രഥമനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് ഒരിക്കലും പറയില്ല. അത് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നാലും ടേസ്റ്റിന് ഒട്ടും കുറവില്ലാത്തൊരു പായസം തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങളിത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ നോക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ ടാറ്റാ.